നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളും വാർത്തകളും പരിശോധിക്കാം. ഇന്ന് പ്രധാനമായും 3 വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും ആദ്യം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. ആദ്യം മാതൃഭൂമിയിലേക്ക്. മാതൃഭൂമിയിൽ നിന്ന് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ആശ നിരാശ എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. അതായത് ഒളിമ്പിക്സിന് 3-ാം ദിനമുണ്ടായ നേട്ടങ്ങളും നഷ്ടങ്ങളുമാണ് മാതൃഭൂമി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് ഷൂട്ടിങ്ങിൽ മനു ഭാക്കർ സരബ്ജോത് സഖ്യത്തിന് വെങ്കല മെഡൽ യോഗ്യത, ബാഡ്മിൻ്റൺ ടീം ക്വാർട്ടറിലെത്തി, ഹോക്കിയിൽ സമനില പിടിച്ചു. ഒപ്പം നിരാശയിലേക്ക് വരുമ്പോൾ ഷൂട്ടിങ്ങിലും അമ്പെയ്ത്തിലും മോഹിച്ച മെഡലുകൾ ഇന്ത്യക്ക് നഷ്ടമായി എന്ന വാർത്തകൾക്കാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മാലിന്യം അകറ്റാൻ ഒരു മനസ്സെന്ന തലക്കെട്ടോടുകൂടി മാലിന്യത്തോടുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ വലിയ പങ്ക്, ഒറ്റ ദിവസം ഒറ്റക്കെട്ടായി പൊരുതിയാൽ കേരളം വൃത്തിയാകും. അതായത് മാലിന്യം അകറ്റാൻ ഒരു മനസ്സെന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. മാലിന്യ പ്രശ്നത്തിൽ മാതൃഭൂമിയുടെ മുഖപ്രസംഗം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ എന്നതാണ് ആ വാർത്ത. ഈ 2 വാർത്തകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കേരള സർവകലാശാലയെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്ന വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് താഴെയായിട്ടാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഭരണം നിലനിർത്തി CPM വോട്ട് കിട്ടാതെ CPI തോറ്റു. ഗവർണർ സർക്കാർ പോരിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ചരിത്രത്തിൽ ആദ്യമായി BJP പ്രതിനിധികൾ വിജയിച്ചു എന്ന വാർത്തയാണ്. അത് പാർലമെന്റിലെ വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ എവിടെയും തന്നെ കൊടുത്തിട്ടില്ല. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം BJP അക്കൗണ്ട് തുറന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. മോഹമുയർത്തി വീണ്ടും മനു എന്ന തലക്കെട്ടോടുകൂടിയാണ് ഒളിമ്പിക്സിന്റെ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് BJPക്ക് അട്ടിമറി വിജയം എന്നുള്ളതാണ് BJP അക്കൗണ്ട് തുറന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. പാർലമെന്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും കേരള കൗമുദി ആദ്യ പേജുകളിൽ എവിടെയും പ്രാധാന്യം നൽകിയിട്ടില്ല. എന്നാൽ മലയാള മനോരമ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പാർലമെന്റിലെ വാർത്തയ്ക്കാണ്. അഭിമന്യുവിനെ പോലെ രാജ്യം ചക്രവ്യൂഹത്തിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ബജറ്റിന് മുന്നോടിയായി ഹൽവ പാചക ചടങ്ങിന്റെ ചിത്രം കാട്ടി പിന്നാക്ക വിഭാഗക്കാരുടെ അവഗണനയെക്കുറിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. BJP സർക്കാർ സൃഷ്ടിച്ച ഭീതിയുടെ പത്മവ്യൂഹം ഇന്ത്യ സഖ്യം തകർക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ഒപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ നൽകിയിരിക്കുന്നത് സഹകരണ നിയമ ഭേദഗതി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചു, വായ്പയ്ക്ക് കർശന വ്യവസ്ഥകൾ എന്ന തലക്കെട്ടോടുകൂടി വായ്പാ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയും സഹകരണ ഭേദഗതി നിയമത്തിന്റെ ചട്ടം സർക്കാർ പുറത്തിറക്കിയ വാർത്തയാണ് മലയാള മനോരമ പ്രാധാന്യത്തോടുകൂടി രണ്ടാമത് നൽകിയിട്ടുള്ള വാർത്ത. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പാർലമെന്റിലെ വാർത്തയ്ക്കാണ്. ആ 6 പേർ രാജ്യത്തെ ഭയത്തിലാക്കി എന്ന തലക്കെട്ടോടുകൂടി രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞ 6 പേരും അവിടെ നൽകിയിട്ടുണ്ട്. മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, ഡോവൽ, അംബാനി, അദാനി എന്നിവർ രാജ്യത്തെ ചക്രവ്യൂഹത്തിലാക്കിയെന്ന പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എന്ന കൃത്യമായി നിലപാട് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് എന്ന വാർത്തയാണ് മാധ്യമം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത്. അപ്പം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ വീണ്ടും വെങ്കല പ്രതീക്ഷ എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. ഹോക്കി മത്സരം സമനിലയിലാക്കിയ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ചിത്രമാണ് മാധ്യമം ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ എവിടെയും പ്രാധാന്യം നൽകിയിട്ടില്ല. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിവാ വെനസ്വേല എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. ജനങ്ങളുടെ കരുത്തിൽ വീണ്ടും ചുവപ്പണിഞ്ഞ് വെനസ്വേല. പുതിയ കാല വെല്ലുവിളികൾ ഏറ്റെടുത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വെനസ്വേല ജനത വിപ്ലവ നക്ഷത്ര ഹ്യൂഗോ ഷാവേസിന്റെ പ്രിയ സഖാവ് നിക്കോളാസ് മഡുറോയെ വീണ്ടും നിയോഗിച്ചു എന്ന വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്.
ദേശാഭിമാനി ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വാർത്തയ്ക്കാണ്. വിവ വെനസ്വേല എന്ന തലക്കെട്ടോടുകൂടി പ്രസിഡന്റ് പദത്തിൽ 3ാം വട്ടവും നിക്കോളാസ് മഡൂറോ എത്തിയ വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് കൈവിട്ടു മെഡൽ എന്ന തലക്കെട്ടോടുകൂടി പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ മെഡൽ നഷ്ടപ്പെട്ട അർജുൻ ബബുട്ടയുടെ നിരാശാജനകമായ ഒരു ചിത്രമാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ദേശാഭിമാനി പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് വോട്ട് BJPക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള സിൻഡിക്കേറ്റ് ഇടതുപക്ഷത്തിന് വൻ വിജയം, 12ൽ 9 സീറ്റുകൾ നേടിയെന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് 1 സീറ്റും BJPക്ക് 2 സീറ്റുമാണ് ആ തെരഞ്ഞെടുപ്പിലുള്ളത്. പാർലമെന്റിലെ വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ എവിടെയും പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. ജന്മഭൂമി ഇന്ന് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് ആണവ നിലയത്തിന് നീക്കമെന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കാൻ നീക്കം എന്ന വാർത്തയ്ക്കാണ് ജന്മഭൂമി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. അതിന് തലക്കെട്ട് ജാതിക്കാട് ഉയർത്തി ഭിന്നിപ്പിക്കൽ തന്ത്രവുമായി രാഹുൽ എന്നതാണ് വാർത്തയുടെ തലക്കെട്ട്. ഒളിമ്പിക്സിനും പ്രാധാന്യമുണ്ട്. ഒളിമ്പിക്സ് ആദ്യ പേജിൽ തന്നെ ഹോക്കി മത്സരാർത്ഥികളുടെ ചിത്രത്തോടുകൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മനുവിന് ഇന്ന് 2ാം മെഡൽ പോര്, ഒപ്പം ശരബ് ജ്യോതിനും എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. കേരള സിൻഡിക്കേറ്റിൽ ഗവർണറുടെ നോമിനികൾക്ക് ജയം എന്ന തലക്കെട്ടോടുകൂടി BJP ചരിത്രത്തിൽ ആദ്യമായി കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്ന വാർത്തയ്ക്കും പ്രാധാന്യം ഏറെ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനാണ്. രാജ്യം ചക്രവ്യൂഹ കുരുക്കിൽ എന്ന തലക്കെട്ടോടുകൂടി കുരുക്ഷേത്ര യുദ്ധത്തിൽ 6 പേർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിന്റെയും പത്മവ്യൂഹത്തിന്റെയും കുരുക്കിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്തയാണ് ദീപിക നൽകിയിട്ടുള്ളത്. ഒപ്പം വെങ്കല പ്രതീക്ഷ എന്ന തലക്കെട്ടോടുകൂടി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് LDFന് 9 സീറ്റിൽ വിജയം എന്ന തലക്കെട്ടോടുകൂടി സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ആദ്യ പേജിൽ തന്നെ ദീപിക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇനി ഓരോ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റു വാർത്തകൾ ഏതെന്ന് പരിശോധിക്കാം. ആദ്യം മാധ്യമം എന്ന പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹി ദുരന്തം 5 പേർ കൂടി പിടിയിലെന്ന വാർത്തയാണ്. ഓൾഡ് ജഗീന്ദ്ര നഗറിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ലൈബ്രറിയിൽ മലിനജലം ഒഴുകിയെത്തി 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ 5 പേർ കൂടി പിടിയിലായ വാർത്തയാണ് പ്രാധാന്യത്തോടുകൂടി മാധ്യമം ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം AI ക്യാമറ പിഴയിനത്തിൽ കോടികളുടെ ഇടിവ്, അപകടങ്ങൾ കുറഞ്ഞില്ല എന്ന വാർത്തയാണ് മാധ്യമം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകി. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക EDക്ക് തിരിച്ചടി, സോറന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന സുപ്രീം കോടതി എന്ന വാർത്തയ്ക്കാണ് ദീപിക പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മദ്യനയ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു, കേജ്രിവാൾ മുഖ്യ സൂത്രധാരനെന്ന് CBIയുടെ കുറ്റപത്രത്തിൽ. ഈ വാർത്തയ്ക്കാണ് ദീപിക പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം തെറ്റായ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിർമ്മല കോളേജ് എന്ന തലക്കെട്ടോടുകൂടി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിസ്കാരം നടത്തുവാൻ മുറി അനുവദിക്കണമെന്ന വിഷയത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ട വാർത്തയാണ് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ദീപികയുടെ ആദ്യ പേജ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി എന്ന പ്രാധാന്യമേറെ നൽകിയിട്ടുള്ള മറ്റ് വാർത്തകൾ എന്നത് ഡ്രഡ്ജർ ഉപയോഗത്തിന് അടിയൊഴുക്ക് തടസ്സം, അതായത് ശിരൂർ പാതയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലായതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ജന്മഭൂമി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിൽ കേരളത്തിലെ ആണവ നിലയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം ഡൽഹി കോച്ചിംഗ് സെന്ററിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. കൂടെ മിനിമം ബാലൻസ് ബാങ്കുകൾ കൊണ്ടുപോയത് 8,494 കോടി എന്ന തലക്കെട്ടോടുകൂടി 5 വർഷത്തിനിടെ 12 ബാങ്കുകൾ പിരിച്ച തുകയുടെ കണക്ക് ലോക്സഭയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് മലയാള മനോരമ ആദ്യ പേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇടം നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയും കരോൾ ബാഗിന് സമീപമുള്ള സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ ജലദുരന്തത്തിൽ മലയാളി യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം ഓണവിപണി ഇടപെടൽ മറന്ന മട്ടിൽ സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി സപ്ലൈകോയിൽ ഓണവിപണിക്കുള്ള സാധനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന വാർത്തയ്ക്കും കേരള കൗമുദി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി പെരുമ്പെയ്ത്ത് എന്ന തലക്കെട്ടോടുകൂടി സംസ്ഥാനത്ത് വ്യാപകമായുള്ള പെരുമഴയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം കേരളത്തിലെ ആണവ നിലയം വരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി പ്രാധാന്യം നൽകുന്നു. കൂടാതെ കണ്ണില്ലാത്ത ക്രൂരത, കൊടുങ്കാട്ടിലെ മരത്തിൽ സ്ത്രീയെ ചങ്ങലയിൽ പൂട്ടിയിട്ടു എന്ന മുംബൈയിൽ നടന്ന വാർത്തയ്ക്കും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ ഇടം നൽകിയിട്ടുണ്ട്. ഇനി ഉൾപേജുകളിൽ ശ്രദ്ധേയമായ ചില വാർത്തകളും കാർട്ടൂണുകളും പരിശോധിക്കാം.
മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയുടെ ഉൾപേജിൽ ഓണവിപണി ഒരുങ്ങാനാകാതെ സപ്ലൈകോ എന്ന തലക്കെട്ടോടുകൂടി സപ്ലൈകോയിൽ ഓണവിപണിക്കുള്ള സാധനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടി എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. ഒപ്പം ഏറ്റവും അവസാനത്തെ പേജിൽ ഇത് അച്ഛന്റെ മുഖമല്ല, വിയോജിച്ച് അച്യുതമേനോന്റെ മകൻ എന്ന തലക്കെട്ടോടുകൂടി ഭാവി തലമുറ കാണേണ്ടത് അച്ഛന്റെ ഈ മുഖമല്ല, മുൻ മുഖ്യമന്ത്രിയും CPI നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനത്തിനൊരുങ്ങുമ്പോൾ തന്റെ വിയോജിപ്പ് തുറന്നു പറഞ്ഞ് മകൻ ഡോക്ടർ രാമൻകുട്ടിയുടെ വാർത്തയ്ക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത മാതൃഭൂമി അവസാന പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ OBC ഗോത്രവിഭാഗ ദളിത് ഉദ്യോഗസ്ഥരില്ല, സഭയിൽ ഹൽവ തയ്യാറാക്കൽ ചിത്രമുയർത്തി വിമർശിച്ച രാഹുൽ, ഈ വീട്ടിൽ ഇനി ഹലുവ കൊണ്ടുവരരുത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ കാർട്ടൂൺ പരമ്പര നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലെ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സർക്കാരിന്റെ ചക്രവ്യൂഹം പ്രതിപക്ഷം ഭേദിക്കുമെന്ന് രാഹുലിന്റെ പാർലമെന്റിലെ ഇന്നലത്തെ പ്രസ്താവന. അതിന് തലക്കെട്ട് പത്മവ്യൂഹം ഭേദിക്കാനിറങ്ങിയ ബാലക് ബുദ്ധിയായ അഭിമന്യു എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. രാജ്യത്തെ പത്മവ്യൂഹത്തിൽ കുടുക്കി എന്ന് രാഹുലിന്റെ പ്രസ്താവന ബജറ്റ് ചർച്ചയിൽ രൂക്ഷ വിമർശനത്തിന്റെ ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം അമീബിക് മസ്തിഷ്ക ജ്വരം മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു എന്ന വാർത്ത പ്രാധാന്യത്തോടുകൂടി കാണേണ്ട വാർത്തയാണ്. ആ വാർത്ത കേരള കൗമുദി ഉൾപേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. സ്പോർട്സ് പേജുകളിലേക്ക് വരുമ്പോൾ സ്പോർട്സ് പേജിൽ ഇന്ന് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവിധ ഇനങ്ങളിൽ വ്യത്യസ്ത തലക്കെട്ടോടുകൂടിയുള്ള വാർത്തകളാണ് നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.